വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനി മുല്ലപ്പൂവൊക്കെയായി പോകുന്നത് കണ്ട് ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുകയാണ് സുസ്മിത. അതിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ മുനവെച്ചുള്ള സംസാരം കൂടിയാകുമ്പോൾ എന്തോ തീരുമാനിക്കുന്നു സുസ്മിത. അതിനായി സത്യഭാമയെ പറഞ്ഞ് ഇളക്കിവിടുകയാണ് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് സുസ്മിത. തുടർന്ന് റൂമിലെത്തുന്ന സത്യഭാമ വിഷ്ണുവിനോടും ശാലിനിയോടുമായി പറയുകയാണ്, സുസ്മിതയുടെ വിവാഹം കഴിയുന്നതുവരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ പാടില്ല എന്ന്. അത് കേട്ട് ശാലിനിയെ നോക്കുകയാണ് വിഷ്ണു. വീണ്ടും സത്യഭാമ പറയുകയാണ്, അവളുടെ കണ്ണുനീർ ഇവിടെ വീഴുമ്പോൾ നിങ്ങളുടെ പൊട്ടിച്ചിരി ഇവിടെ മുഴങ്ങാൻ പാടില്ല എന്നർത്ഥം. അതാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന്. സത്യഭാമയുടെ ആ പറച്ചിൽ കേട്ട് ആശ്വസിക്കുകയാണ് ശാലിനി. അന്നേരം അമ്മ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് റൂമിന് പുറത്തേക്ക് സത്യഭാമയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വിഷ്ണു. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് നിലത്ത് കിടന്ന് ഉറങ്ങുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ തലയണയ്ക്കടുത്തിരിക്കുന്ന ഫോൺ എടുക്കാനായി ശ്രമിക്കുകയാണ് ശാലിനി. പക്ഷേ വിഷ്ണുവിനെ മറികടക്കാനായിട്ട് ശാലിനിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. തുടർന്ന് ശാലിനി തറയിൽ ഇരുന്നു കൊണ്ട് തലയണയ്ക്കടുത്തിരിക്കുന്ന ഫോൺ എടുക്കാനായി ആയുകയാണ്. ഫോൺ എടുക്കുമ്പോൾ കൈതെറ്റി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വീഴുകയാണ് ശാലിനി. ശാലിനി തന്നെ മുത്തം വെച്ചത് കണ്ട് ഞെട്ടി ഉണരുകയാണ് വിഷ്ണു. ഉണർന്ന് കുറേ നേരം വിഷ്ണു ശാലിനിയെ നോക്കി നിൽക്കുകയാണ്. അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചതാണെങ്കിലും എന്തു ചെയ്യണമെന്നറിയാതെ വിഷ്ണുവിനെ നോക്കിയിരിക്കുന്നു ശാലിനി. ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.